അടുത്ത ജംഗ്ഷന്റെ പേരെന്തുവാ? ഇതിപ്പോ ഏതാ കഴിഞ്ഞത്? കുമ്പളം. കുമ്പളം കുമ്പളത്ത് പോവാടാ. കുമ്പളം പുട്ടുകട എനിക്കറിയാം. ഞാൻ നിന്നോട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. എടാ ശരി. ഹേ ഗായ്സ്, അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞങ്ങൾ നേരെ പോകുന്നത് കുമ്പളം പുട്ടുകടയിലാണ്. കുറേ നാളായി ഇങ്ങനെ രഞ്ജിനോട് പറയുന്നുണ്ട്. കൂടുതലും ഈ റീൽസ് കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകണം എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾ ഇട്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ കുമ്പളം പുട്ടുകടയിലേക്കാണ് പോയത്. ഒന്നും പറയണ്ട, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ രഞ്ജു കൊറിയനൊക്കെ അടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഈ പറഞ്ഞ പോലെ പുട്ടും അതേപോലെ ബീഫ് കറിയാണ്. വേറെയും വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അവിടെ. ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് കുറേ ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും മേടിച്ചില്ല. പുട്ടും ബീഫും തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തത്. ഞാനുണ്ട് മൂടാണോ? രഞ്ജു പറഞ്ഞ പോലെ കിടിലൻ ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പഴമയുടെ ഒരു ടേസ്റ്റ്, പഴയ കറിയല്ല ഉദ്ദേശിച്ചത്, പഴമയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു ബീഫ് കറിക്കൊക്കെ. പുട്ടും നല്ല ചൂട് പുട്ടും നല്ല ബീഫ് കറിയും രക്ഷയുണ്ടായിരുന്നില്ല ഗൈസ്. ഒന്നും പറയാനില്ല. നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കട വള്ളക്കാർക്ക് വേണ്ടിയിട്ടാണ് ഓപ്പൺ ആക്കിയത് പണ്ടെങ്ങാണ്ടും വർഷങ്ങൾക്ക് ശേഷം. അപ്പം നമ്മുടെ ഈ റീലും ഇൻസ്റ്റാഗ്രാമും മറ്റതും തേങ്ങയും മാങ്ങയൊക്കെ വന്നപ്പോഴേക്കും ഇതങ്ങ് ഫേമസ് ആയി. അങ്ങനെയാണ് ആക്ച്വലി ഈ ഫുഡ് ഫേമസ് ആയത്. പിന്നെ ഞങ്ങളൊരു ബീഫ് ഫ്രൈ മേടിച്ചു. ബീഫ് ഫ്രൈ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം എൻ്റെയും രഞ്ജുവിൻ്റെയും ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് നല്ല മുരിഞ്ഞ് എന്താ പറയുക ഭയങ്കര ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ളതാണ് രഞ്ജുവിനും എനിക്കും ഇഷ്ടം. അങ്ങനെ കാശൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോരാണ്. അപ്പോഴും അവിടെ ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ വേറെ പല വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊന്നും ട്രൈ ചെയ്തില്ല. ഞങ്ങൾ ബീഫും ഫ്രൈയും മേടിച്ചു. ബീഫ് കറിയും പുട്ടും മേടിച്ചാണ് ഞങ്ങൾ കഴിച്ചത്. രഞ്ജു ചുമ്മാ എന്താണ് വീട്ടിൽ വന്നിട്ട് വാ നമുക്കൊരു ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ രാത്രി വിളിച്ചുകൊണ്ട് പോയതാണ്. ഈ കുമ്പളം പുട്ടുകടയിലേട്ടാണ് പോണതെന്നൊന്നും നമുക്ക് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഒരു പോക്ക് പോയതാണ്. എന്നമേ ചുമ്മാ ഒരു പോക്ക് പോയതാണ്. നൈസായിട്ട് പുട്ടൊക്കെ തിന്ന് വയറ് നിറച്ച് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. കുമ്പളം പുട്ടുകട, കുമ്പളം പുട്ടുകട ലൊക്കേഷൻ ഇട്ടാൽ മതി. ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. അടിപൊളി ഫുഡായിരുന്നു ഗൈസ്, അടിപൊളി ഫുഡ്. അപ്പോൾ ടാറ്റ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു.